മലയാളി പ്രേക്ഷകർ ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ സങ്കടത്തിലാഴ്ത്തുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ജോൺ പോൾ ജോർജ്. അദ്ദേഹത്തിന് മുമ്പത്തെ 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഗപ്പി അതുപോലെ തന്നെ അമ്പിളി എന്ന് പറയുന്ന ചിത്രങ്ങളായിരുന്നു. ഗപ്പി ഇറങ്ങിയ സമയത്ത് തിയേറ്ററിലേക്ക് ആളുകൾ പോകാതെ അതൊരു വൻ ഫെയിലിയറായി മാറുകയും OTT ഇറങ്ങിയതിന് ശേഷം ഒരു ചർച്ചാ വിഷയവും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കടന്നു വന്ന ഒരു അത്ഭുത ചിത്രമായിരുന്നു ഗപ്പി. അതുപോലെ തന്നെ അതിനുശേഷം വന്ന അമ്പിളി എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ ഫസ്റ്റ് ഷോ പോയി കണ്ട ആളാണ് ഞാൻ. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമുള്ള, അതിൻ്റെ പല സീനുകൾ ഇപ്പോഴും ഞാൻ എടുത്ത് കാണാറുള്ള ഒരാളാണ്. എനിക്കത് അത്രത്തോളം എന്തോ ഒരു കണക്ഷൻ ആ സിനിമയിലേക്ക് വന്നു. ഒരു പ്യുവർ സോൾ ആ ചിത്രങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ജോൺ പോൾ ജോർജിൻ്റെ അടുത്ത ചിത്രമാണ് ആശാൻ എന്ന് പറയുന്ന ചിത്രം. ഫെബ്രുവരി 5-ാം തീയതിയാണ് തിയേറ്ററോട് റിലീസാകാൻ പോകുന്നത്. അതിൻ്റെ ഒരു ട്രെയിലർ ഇപ്പം റിലീസായിട്ടുണ്ട്. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ ഇവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ജോൺ പോൾ ജോർജ് ഫസ്റ്റ് 2 ചിത്രങ്ങളായിട്ടുള്ള ഗപ്പി അതുപോലെ തന്നെ അമ്പിളിക്ക് ശേഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരു വൻ ഹിറ്റായി മാറിയ ഒരു ചിത്രമായിരുന്നു രോമാഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം പുള്ളി വരുന്ന പുള്ളിയുടെ ഏറ്റവും പുതിയൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് പുള്ളി മ്യൂസിക്കും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ട് താഴെ കിടക്കുന്ന ഹൈപ്പ് ബട്ടൺ കൊടുക്കുക. അതിലൂടെ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തും. സോ ഹൈപ്പ് ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. ഗപ്പി സിനിമാസും അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള വേഫെയറർ ഫിലിംസും കൂടി ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ 2 യൂട്യൂബ് ചാനലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ദിവസമായി വീഡിയോ ഇറങ്ങിയിട്ട് 4 ലക്ഷത്തിന് മേളിൽ വ്യൂസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. യെസ് കം ഓൺ. ഒരു പ്രാവശ്യം കെട്ടിയത് 2 പ്രാവശ്യം കെട്ടിയത് അപ്പൊ നീ മനസ്സിലാക്കേണ്ട അപ്പുറത്താൽ തിരക്കിലാണെന്ന്. അത് മനസ്സിലാക്കാൻ വിവരമില്ലാത്ത തലയിൽ ഇന്ദ്രിയാത്ത നിന്നെയാണ് മലയാള സിനിമയിലെ കൈനള്ളി കെട്ടിയത്. KR സാറിന്റെ ഡോർ ഡേ സിറ്റുവേഷനാണ്. വീട് വരെ പണയം വെച്ചിട്ട് ഈ പണം ചെയ്യുന്നേ. സൂപ്പർ സ്റ്റാർ കരൺ ചന്ദ് നായകൻ ഒരൊറ്റ ലൊക്കേഷൻ. എന്നിട്ട് കിട്ടിയോ? ഇല്ല സാർ. ഒരാൾ വിചാരിച്ചാൽ മറ്റും ഷൂട്ടിംഗ് കിട്ടും. കെയർടേക്കറാണോ? നോ. ആശാ. ഓ ഇവൻ മൈ ഗോഡ് പുള്ളി ഉണ്ടോ അവിടെ? അസിസ്റ്റന്റ് ഡയറക്ടർ. അമ്പടാ വാ വീട്ടിൽ കയറി സംസാരിക്കാം. ആശാൻ പറഞ്ഞ ഈ ഫ്ലാറ്റിൽ എല്ലാരും കേൾക്കും. ഞാൻ പറഞ്ഞ മാതാവേ സിനിമാക്കാരെത്തി. ഇന്ദ്രൻസിന്റെ ലുക്ക് ഉള്ളതല്ല, നമ്മുടെ 18-ാം പടിയിലെ മമ്മൂക്കയുടെ ലുക്ക്. ബാഹുബലി ഷൂട്ട് പണ്ണ ക്യാമറ. ഓ പഴയതാ. എല്ലായിടത്തും ഉണ്ടല്ലോ. ആശാൻ എന്തോ ഇത്ര വെപ്രാളം? ഒരു പൊടിക്കും ഒതുക്കി. റോൾ ക്യാമറ. റോളിംഗ് സർ. അവൻ മറ്റേ കൊണത്താപ്പള്ളിയുടെ ആളില്ലേ, കൊണപ്പിടിക്കുകയല്ല. ഇതെന്തിനാ ഇങ്ങനെ ഒരു ജീവി ഭൂമിയിൽ? തൊണ്ട പൊട്ടി ചാവും എല്ലാം ചെയ്തിട്ട് അവസാനം. കടക്ക് പുറത്ത് കോമഡി കാണിച്ചു ബോറടിച്ചു. ഇല്ലേ ഒരു ട്വിസ്റ്റൊക്കെ വേണ്ടേ? പിന്നെ വേണ്ട. കിണ്ടി വിറ്റിട്ടാണ് ഞാൻ കാശ് കൊണ്ടുവരും. പൈസന്റെ പട്ടി കൊടുക്കും. മദൻ കാർക്കിക്ക് ഒരു നല്ല റോള് കൊടുത്തല്ലേ? അയാളുടെ കുഞ്ഞാണ് ആ സിനിമ. ചിലത് നന്നാവും. ശരി, മദൻ കാർക്കിയല്ല, മദൻ, ബാക്കി പേര് പറഞ്ഞു. എന്നാലും അവന്റെ കുഞ്ഞാണ്. ഇങ്ങനാണോടാ സിനിമ? സിനിമയാണ്. സിനിമ എന്ന് വെച്ചാൽ ടെക്നിക്കുകൾ. സുഗുണം പോകരുത്. സുഗണനിൽ മ്യൂസിക് എങ്ങോടുങ്ങാത്ത ജീവിതാസക്തികൾ, തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? കണ്ണ് ആ 5-ാം തീയതി ആശാൻ. നൈസ്. പേര് മദൻ ഗൗരി. അതാണ് മദൻ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, മദൻ ഗൗരി. ഇപ്പോൾ പുള്ളിക്ക് തമിഴ് വ്ളോഗറാണ് പുള്ളി. പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഭയങ്കര നിലപാടുകളുള്ള വീഡിയോസിനൊക്കെ കുറേ ഡെപ്തുള്ളൊരു യൂട്യൂബറാണ്.
അപ്പോൾ പുള്ളിക്ക് മലയാളത്തിൽ ഒരു പടത്തിലൊരു നല്ലൊരു അവസരം കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. കൊള്ളാം, നൈസ്. അപ്പോൾ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ഫൺ റൈഡ് പോലത്തെ ഒരു സിനിമയായിരിക്കാം. എന്നാൽ അതിൽ നല്ല രീതിയിലുള്ള ഇമോഷൻസ് വർക്കൗട്ട് ആക്കാൻ, കാരണം പുള്ളിയുടെ മുമ്പത്തെ 2 പടങ്ങളും കണ്ടാൽ അറിയാം, ഗപ്പി ആകട്ടെ അമ്പിളി ആകട്ടെ, അതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെ അമ്പിളിയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ട് ലാസ്റ്റൊക്കെ ഒരു ഇൻ്റർവൽ പോർഷൻ തൊട്ട് അല്ലെങ്കിൽ അവസാനത്തെ ഒരു ക്ലൈമാക്സ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ ലിറ്ററലി കരയിപ്പിക്കുന്ന രീതിയിലേക്ക് എടുത്ത ഒരു ചിത്രങ്ങളായിരുന്നു. നമ്മുടെ ഗപ്പി ആണെങ്കിലും അതെ, അതുവരെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജോണറിൽ തന്നെ മാറി ഒരു ഷിഫ്റ്റ് ഉണ്ടായി, ഒരു പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്ന് അതിൻ്റെ ഒരു മീറ്ററെ മാറി വേറൊരു ഫീൽ ഗുഡ് തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു ഗംഭീര ചിത്രമായിരുന്നു ഗപ്പി എന്ന് പറയുന്നത്. സോ ആ 2 സിനിമകളും എടുത്തൊരു റൈറ്റർ ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. സന്തോഷപ്പെടുത്തണം, മനസ്സ് നിറയ്ക്കണം, അത്രേ ഉള്ളൂ. അതിനുള്ളൊരു വകുപ്പ് ഇതിനകത്ത് കാണാനുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രൻസ് ചേട്ടൻ ഓൾറെഡി പ്രൂവ് ചെയ്തു പുള്ളിയുടെ ആക്ടിങ് സ്കിൽ എന്നാന്നുള്ളത്. ജോമോൻ ജോർജ് അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് തെളിയിക്കാൻ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് പുള്ളിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ചെയ്തത് കോമഡി ആയിരുന്നെങ്കിൽ ഇതിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വളരെ മെച്യൂർഡായിട്ട് ഇതിനകത്തൊരു ഒരു പരിപാടി പുള്ളിയുടെ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അങ്ങനെ ആയിത്തീരട്ടെ. ഫെബ്രുവരി 5-ാം തീയതിയാണ് റിലീസ്. ഒഡീഷ്യൽ റിലീസ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ OTT ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും. OTTയെ പറ്റി എനിക്ക് ജോൺ പോൾ ജോർജിനോട് പുള്ളിയുടെ പടങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗപ്പി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അതിൽ റിലീസ് ചെയ്തതിന് ശേഷം ആൾക്കാരുടെ അഭിപ്രായം മാനിച്ച് റിലീസ് ചെയ്തതിന് ശേഷം അദ്ദേഹം തിയേറ്ററിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം കിട്ടിയ കൈയടി എനിക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല, ഇത് നിങ്ങൾ അന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതെൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു എന്നുള്ളത്. അപ്പം ടോവിനോയും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ OTT വന്നതിന് ശേഷം കൈയടിക്കുന്നതിനേക്കാളും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് കാണാൻ ചിലപ്പോൾ പറ്റാതെ പോകുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ ഒക്കുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി ഈ സിനിമകളെ വിജയിപ്പിക്കുക. കാരണം നല്ല ഡയറക്ടേഴ്സാണ് അവരൊക്കെ, മുത്തുക്കളാണ് മലയാളത്തിൻ്റെ, നല്ല നല്ല കണ്ടൻറ്റുകളുമായിട്ട് വരുന്ന ആൾക്കാരാണ്. സോ സപ്പോർട്ട് ചെയ്യുക, ഇത്ര പറയാനുള്ളൂ. എനിക്ക് എന്തായാലും ട്രെയിലർ വർക്കൗട്ടായി, സിനിമയിലേക്കുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.